നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് പ്രധാനപ്പെട്ട സെഗ്മെൻറ്റാണ്. അത് സ്വാഭാവികമായിട്ടൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ്. അതിനകത്ത് നിലവിൽ ഇടതുപക്ഷമാണ് തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ടൈമും ഇടതുപക്ഷം തന്നെയാണ് ഭരിച്ചിരുന്നതെന്ന് തോന്നുന്നു. ഫിറോസ്, എന്താണ് നമ്മുടെ തൃപ്രങ്ങോട് പഞ്ചായത്തിൽ കഴിഞ്ഞ 10 വർഷമായി നിങ്ങളുടെ മുന്നണി ഭരിച്ചിട്ട് അവിടുത്തെ വികസന രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് താങ്കളുടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? ഒന്ന് പറയൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷം 115 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രം നടപ്പിലാക്കിയത്. അതിൽ നിങ്ങൾ ഈ പറയുന്ന സമയപരിധിക്കുള്ളിൽ പൂർണ്ണമായും എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതിലേറ്റവും പ്രധാനമായി നമ്മളുടെ ഏറ്റവും പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഗ്രൗണ്ട്. നമുക്ക് സ്വന്തമായി ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നില്ല, അതിനാവശ്യമായ സ്ഥലവും ഉണ്ടായിരുന്നില്ല. ആ ലക്ഷ്യം ഇപ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായി ഒരു ഗ്രൗണ്ട് ഉണ്ടായി. അതോടൊപ്പം തന്നെ നമ്മളുടെ ആരോഗ്യരംഗത്ത് ഇപ്പോൾ നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ, നമ്മൾ ഈ PHC എന്നിങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയതാണ്. ഇപ്പോൾ അത് കുടുംബാരോഗ്യ കേന്ദ്രമാണ്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 3 കോടി രൂപയുടെ ഒരു പുതിയ കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 2,72,06,300 രൂപയുടെ പ്രവർത്തനങ്ങൾ ആശുപത്രിയിൽ മാത്രം, നിലവിലുള്ള PHCയിൽ മാത്രം നടന്നിട്ടുണ്ട്. മരുന്ന് പൂർണ്ണമായും സൗജന്യമായി കൊടുക്കാൻ ഈ കഴിഞ്ഞ കാലയളവിൽ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ സബ് സെൻ്ററുകൾ, ഇപ്പോൾ കൈമലശ്ശേരി സബ് സെൻ്റർ, ചമ്രവട്ടം സബ് സെൻ്റർ, പെരുന്തലൂർ സബ് സെൻ്റർ, ഇത് പൂർണ്ണമായി നവീകരിക്കാൻ കഴിഞ്ഞു. പുതിയ കെട്ടിടങ്ങളായി കൈമലശ്ശേരി സബ് സെൻ്ററിനെ ജനകീയ സെൻ്ററാക്കി മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആലത്തിയൂർ സബ് സെൻ്ററിന് ഇപ്പോൾ പൂഴിക്കുന്ന് 3 സെൻറ്റ് സ്ഥലം സഖാവ് കെ നാരായണൻ, നേരത്തെ മെമ്പറായിരുന്ന കെ നാരായണൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം 3 സെൻറ്റ് സ്ഥലം സൗജന്യമായി കൊടുക്കുകയും അവിടെ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. യുവജന സാംസ്കാരിക മേഖലയിൽ ക്ലബ്ബുകൾക്ക് പ്രോത്സാഹനം നൽകുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ ആയി. തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഗ്രാമവണ്ടി പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ നമുക്ക് ഇപ്പോൾ അറിയാം, നമ്മുടെ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നൊരു മേഖലയാണല്ലോ ശരീരം പുഷ്ടിപ്പെടുത്തുക എന്നുള്ളത്. അതായത് ആരോഗ്യരംഗത്ത് നമ്മളുടെ വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ ചില എന്താ പറയുക ജീവിതശൈലി രോഗങ്ങൾ. ആ ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് എക്സസൈസാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഷീ ഷെൽട്ടർ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ ഷീ ഷെൽട്ടറിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായ ജിംനേഷ്യം പദ്ധതി ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഓപ്പൺ ജിമ്മ്, നമ്മുടെ PHCയിൽ ഓപ്പൺ ജിമ്മ് ആരംഭിക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റുകൾ, ഇപ്പോൾ അങ്ങനെ ഒരു പരാതികൾക്ക് പോലും ഇടയില്ലാത്ത രൂപത്തിൽ സമ്പൂർണ്ണമായി വൈദ്യുതീകരണ പ്രവർത്തനം നടക്കുന്നു. കുട്ടിക്കൃഷ്ണമാരാർ, നമ്മുടെ നാട് പോലും മറന്നുപോയ ഒരു പേരാണ് കുട്ടിക്കൃഷ്ണമാരാർ. ലോകത്തോളം പരിചിതനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു സെമിനാർ ഹാള് നിർമ്മിച്ചു. അതോടൊപ്പം തന്നെ ഡയാലിസിസ് രോഗികൾ, നമുക്കറിയാം ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ്. ഡയാലിസിസ് രോഗികൾക്ക് പ്രതിമാസം 4,000 രൂപ എന്ന നിലയിൽ 48,000 രൂപ ഒരു വർഷത്തേക്ക് നൽകണമെന്ന വ്യവസ്ഥയിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോയി ചെയ്യുന്ന ആളുകൾക്ക് പോലും ആ പദ്ധതി കൊടുക്കുന്നു. 671 വീടുകളാണ് ഈ 5 വർഷ കാലയളവിനുള്ളിൽ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ യോഗ ഹാൾ, നമ്മുടെ ഒട്ടുപുറത്ത് ഒരു യോഗ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗ ഹാള് നിർമ്മിച്ചിട്ടുണ്ട്. റോഡുകൾ പൂർണ്ണമായും ഗതാഗതയോഗ്യമാകുന്ന രൂപത്തിലുള്ള ഒരു വാർഡുകൾ, ഭരണപക്ഷ പ്രതിപക്ഷ വാർഡ് വ്യത്യാസമില്ലാത്ത എല്ലാ റോഡുകൾക്കും ഫണ്ട് അനുവദിക്കാനും അത് പൂർത്തീകരിക്കാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുന്നു. അവർക്ക് യാത്രകൾ സംഘടിപ്പിക്കുന്നു. ഒരു വയോജന പാർക്ക്, പൊട്ടുംപുറത്ത് ഒരു വയോജന പാർക്ക്, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം 2240 പേർക്കാണ് പുതുതായി ക്ഷേമ പെൻഷൻ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞത്. നമ്മുടെ പഞ്ചായത്തിൽ 6000-ഓളം പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ്. അപ്പോൾ അത് തുടർച്ചയായി നമുക്ക് ആ മേഖലയിൽ ഇടപെടാൻ വേണ്ടി കഴിയുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 4069 പേർക്കാണ്. ആകെ ക്ഷേമ പെൻഷൻ അർഹതയുള്ള ആളുകളുടെ എണ്ണം 6000-ആണ്. അതിൽ 4069 പേർ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ക്ഷേമ പദ്ധതിയുടെ ഭാഗമായി വന്ന ആളുകളാണ്.
അതുപോലെ തന്നെ വിശപ്പുരഹിത ഗ്രാമം പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. നമുക്ക് ഇങ്ങനെ നടപ്പിലാക്കാൻ കഴിയുന്ന ലൈഫ് മിഷൻ നേരത്തെ ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ. ബഡ്സ് സ്കൂളിന് 33 സെന്റ് സ്ഥലം കണ്ടെത്തുകയും അവിടേക്കുള്ള റോഡ്, അവിടെ നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതി കിട്ടാത്തതിന് കാരണം പ്രധാനമായും റോഡില്ല എന്നായിരുന്നു. ഇപ്പൊ 10 അടി വീതിയിൽ അതിലേക്കുള്ള റോഡായി 33 സെന്റ് സ്ഥലം ലഭിച്ചു. അതിന് ഫണ്ട് നമ്മൾ അനുവദിച്ചു പുതിയ സംവിധാനത്തിന്റെ ഭാഗമായി. മാലിന്യ സംസ്കരണം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ്. 42 പേരാണ് അതിന്റെ ഭാഗമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിനകത്ത്. അതേപോലെ തന്നെ നമ്മുടെ കാർഷിക കർമ്മസേന തൃപ്രങ്കോട് പഞ്ചായത്ത് ആണ് ഈ സമീപത്തെ എല്ലാ പഞ്ചായത്തുകളിലേക്കുമുള്ള ജൈവ വളം ഉൽപ്പാദിപ്പിച്ച് നൽകുന്നത്. UDF ഭരിക്കുന്ന, പിന്നെ അതുപോലെ തന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന സമീപത്തെ തിരൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ജൈവ വളം നിർമ്മിച്ച് നൽകുന്ന കാർഷിക കർമ്മസേന പ്രവർത്തിക്കുന്നത് തൃപ്രങ്കോട് പഞ്ചായത്തിലാണ്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഞാൻ അതിന്റെ സമയപരിമിതി മൂലം ഫിറോസ് പറഞ്ഞത് ഒരു നീണ്ട കാലയളവിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, വൈവിധ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പ്രദേശമാണ് തൃപ്രങ്ങോട് പഞ്ചായത്ത് എന്നാണ്. അതിന്റെ ഒരു മറുവശം എപ്പോഴും ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും PK ഖമറുദ്ദീൻ, താങ്കൾക്കും പറയാനുണ്ടാവും കുറെ കാര്യങ്ങൾ, ഒന്ന് വിശദീകരിക്കൂ. അല്ല, ഇതിലെ സ്വാഭാവികമായും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് തനത് ഫണ്ടാണ്. ഓൺ ഫണ്ട് ഇവിടെ പറഞ്ഞു. പിന്നെ CFC ഫണ്ടാണ്, ധനകാര്യ കമ്മീഷൻ നമുക്ക് ഗ്രാൻഡായിട്ട് നൽകുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒരു പുതിയ പദ്ധതി കൊണ്ടുവരാൻ ഈ പഞ്ചായത്തിൽ സാധ്യമായിട്ടില്ല എന്നതാണ്. 10 വർഷമായി ഇപ്പോൾ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. നമ്മൾ ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ സമയപരിമിതി മൂലം അതിലേക്ക് നടക്കുന്നില്ല. എൻ്റെ കയ്യിൽ കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ഇവർ വിതരണം ചെയ്തിട്ടുള്ള ഒരു നോട്ടീസുണ്ട്. ഞാനിതൊന്ന് അതിലെ ഒരു ഭാഗം മാത്രം. അത് നമ്മുടെ പഞ്ചായത്തിലെ ജനാഭിലാഷ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയെന്ന് സ്ഥലം MLA കൂടിയായിട്ടുള്ള മന്ത്രി KT ജലീലിന്റെ സഹായത്തോടെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്ന വൻകിട പദ്ധതികൾക്കായി 21-ാം വാർഡിൽ 1.25 ഏക്കർ സ്ഥലം വാങ്ങുന്നുണ്ട്. 1.25 ഏക്കർ ഭൂമി വാങ്ങി എന്ന് മാത്രമല്ല, പിന്നെ അതിൽ പണം വകയിരുത്തി ശാപമോക്ഷം ഉണ്ടാക്കി എന്നാണ്. ഈ 8 കൊല്ലമായി ഞാനെന്ന ബോർഡിലെ ഒരു അംഗമാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ 8 കൊല്ലമായിട്ട് ആ സ്ഥലം വാങ്ങിയതല്ലാതെ അതിലൊരു കല്ലിടാൻ പോലും ഈ ഭരണസമിതിക്ക് ഇതുവരെ സാധ്യമായിട്ടില്ല. ഇപ്പോൾ ജൽജീവൻ മിഷൻ്റെ പിന്നെ പദ്ധതിക്കായി റോഡൊക്കെ വെട്ടിപ്പൊളിച്ച് ചില വീടുകൾക്കൊക്കെ ഹൗസ് കണക്ഷൻ എന്ന നിലയിൽ കറുത്ത പൈപ്പൊക്കെ സ്ഥാപിച്ചു എന്നല്ലാതെ ഇതെന്ന് യാഥാർത്ഥ്യമാകും. ഒരു ഫലപ്രദമായിട്ട് ഇടപെടേണ്ട ഒരുപാട് വികസന സാധ്യതകളുള്ള വലിയ കാർഷിക വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ് തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത്. എല്ലാ മേഖലയും തകർന്നിട്ടുണ്ട്. എല്ലാ മേഖലയും എന്ന് പറഞ്ഞാൽ ആരോഗ്യരംഗത്ത് ഇപ്പം അദ്ദേഹം ഇവിടെ പിന്നെ 2 കോടിയിലധികം രൂപയുടെ പിന്നെ അവിടെ ചിലവാക്കിയ കഥകൾ പറയുന്നു. പക്ഷെ ആ ആശുപത്രിയുടെ സ്ഥിതി എന്താണ്? ആശുപത്രി ഇന്ന് പോയി നോക്കിയാൽ അറിയാം. നേരത്തെ UDFന്റെ കാലത്തുണ്ടായിരുന്ന കെട്ടിടങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ ആലിങ്ങലിലെ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് അത് ഗവൺമെൻറ് ഒരു പോളിസിയുടെ ഭാഗമായി പ്രൈമറി ഹെൽത്ത് സെൻ്ററെല്ലാം പിന്നെ FHSC ആയിട്ട് ഫാമിലി ഹെൽത്ത് സെൻ്ററായി ഉയർത്തി. ആ ഒരു അപ്ഗ്രഡേഷൻ അല്ലാതെ ഇപ്പോൾ ഞാൻ അതിലെ HMC മെമ്പറാണ്. സ്വാഭാവികമായും ഇവിടെ വന്നപ്പോൾ ഇവിടെ പറഞ്ഞു 3 കോടിയുടെ പദ്ധതി. ആകെ 60 ലക്ഷം രൂപ ഈ അവസാന സമയത്ത് ഒരു അതിഗഡു എന്ന നിലക്ക് കിട്ടിയെന്നാണ് മെഡിക്കൽ ഓഫീസർ പറയുന്നത്. അതിൻ്റെ പ്രവൃത്തി തന്നെ നടക്കുന്നില്ല. അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം ഒക്കെ ഇവിടെ ഭംഗിയായിട്ട് നിർവഹിക്കപ്പെട്ടു. അപ്പോൾ ഞാൻ പറയുന്നത് ആരോഗ്യ മേഖല അങ്ങനെ തകർന്നു. മാത്രമല്ല വളരെയധികം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ സമയം നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിൽ UDF ഭരിക്കുമ്പോൾ RK അഫ്സത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ഇടതുപക്ഷ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടോരത്താണ് 78 സെൻറ്റ് സ്ഥലം ഈ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ട് അവിടെ വലിയ ഒരു സിവിൽ സ്റ്റേഷൻ പദ്ധതി കൊണ്ടുവന്നു. അവിടെ നിലവിലുണ്ടായിരുന്ന ആ ചേരിയിൽ താമസിച്ചിരുന്ന 12ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു. അവർക്ക് സ്വന്തമായിട്ട് സ്ഥലം നൽകി, അവർക്ക് വീട് കൊടുത്തു. ഇവിടെ ഈ സമുച്ചയത്തിൽ തന്നെ ICDSന്റെ ഓഫീസ് അവിടെ കൊണ്ടുവന്നു. സബ് സെന്റർ ഇപ്പോൾ പറയുന്ന സബ് സെന്ററിന് 3 സെന്റ് ഭൂമി വകയിരുത്തി ആരോ കൊടുത്തു എന്നാ പറയുന്നത്. ആലത്തിയൂർ സബ് സെന്ററിന്. ആലത്തിയൂർ സബ് സെന്റർ ഈ സ്ഥലത്ത് യാഥാർത്ഥ്യമാക്കിയത് UDF ആണ്. സ്ഥലത്ത് യാഥാർത്ഥ്യമാക്കി അവിടെ ഒരു നഴ്സിന്റെ സേവനം 24 മണിക്കൂർ ലഭ്യമാക്കി. പക്ഷെ ആ നഴ്സ് അവിടെ റെസിഡൻഷ്യലായി താമസിക്കുന്ന നഴ്സ് അവിടുന്ന് ആട്ടിപ്പുറത്താക്കി. എന്താണ് കുടുംബശ്രീയിലെ ഇതിനു വേണ്ടി പിന്നെ സാധനങ്ങൾ പൊടിക്കാൻ വേണ്ടി മില്ലിന് വേണ്ടിയിട്ട് പൊടിയന്ത്രം സ്ഥാപിക്കാനാണെന്ന് പറഞ്ഞു.
അങ്ങനെ അതിനെ പുറത്താക്കി. ഇപ്പോൾ അവിടെ നിൽക്കുന്നത് പകൽ വീടാണ്. UDF കാലത്ത് കൊണ്ടുവന്ന പദ്ധതികൾ മാത്രമല്ല, അതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഈ സബ് സെൻറ്റർ പ്രവർത്തിക്കുന്നത്, അവിടെയാണ് ഹോമിയോ ഡിസ്പെൻസറി ഉള്ളത്, അവിടെയാണ് ആയുർവേദ ഡിസ്പെൻസറി ഉള്ളത്. ഈ ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറി ആരോഗ്യ സംരക്ഷണം അതിൻ്റെ തൊട്ടോരത്ത് അവിടെ ഭിന്നശേഷി കുട്ടികൾക്കായിട്ടുള്ള ബഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം പ്രവർത്തിക്കുന്നതിൻ്റെ തൊട്ട് മീതെയാണ് ഈ പഞ്ചായത്തിലെ മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുവന്നത്. ഞങ്ങളൊക്കെ പലതവണ ഇത് പറഞ്ഞു, ഇത് ഡംപ് ചെയ്യുന്ന സംഭരണ കേന്ദ്രം മറ്റൊരിടത്തേക്ക് മാറ്റാൻ എങ്ങനെ സാധ്യമാകും? നൂറുകണക്കിന് രോഗികൾ ദിനേന വന്നു പോകുന്ന, അവിടെ കുത്തിവെപ്പ് വരെ നടക്കുന്ന പിഞ്ചു കുട്ടികളുമായി അമ്മമാർ വരുന്ന ആ ഭാഗത്താണ് പ്ലാസ്റ്റിക്കിന്റെ മാലിന്യങ്ങൾ കൂമ്പാരമായിട്ട് കൂടി കിടക്കുന്നത്. ഇപ്പോൾ കൃഷിയെ സംബന്ധിച്ച് ഇവിടെ പറയുണ്ടായി, ഒരു കൃഷി ഓഫീസറുണ്ട്, 8ഓളം കൃഷി ഓഫീസർമാരാണ് തുപ്രംകോട് പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ കൃഷി ഓഫീസർ അവിടെ ഈ നഞ്ചയിൽ 5 സെന്റ് ഭൂമി വെച്ച് വീടിന് നമ്പർ ഇട്ട് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഈ ആലത്തിയൂരിന് ചമ്രവട്ടം വരെ പോകുന്ന പാടശേഖരമായിട്ട് കിടക്കുന്ന മുഴുവൻ വയലുകളും നികത്തിയിട്ട് കൂറ്റൻ കോംപ്ലക്സുകൾ അവിടെ വരുന്നു. അതിനൊക്കെ നമ്പർ ഇട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ 5 സെന്റ് കൊടുത്തൊരു ഏറ്റവും കൂടുതൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് തുപ്രംകോട് കൃഷി ഓഫീസിലാണ്. യഥാസമയം അവിടെ ഓഫീസർമാർ ഇല്ലാത്തതിൻ്റെ ഒരു കാരണമാണ്. പിന്നെ മാത്രമല്ല, ഇവരുടെ കാലത്ത് LDF ഭരിക്കുന്ന കാലത്ത് കൊണ്ടുവന്ന പദ്ധതി പലതും കൂട്ടി. നമുക്കറിയാം, പ്രശസ്ത നോവലിസ്റ്റ് ആയിരുന്ന C. രാധാകൃഷ്ണൻ വന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. ഞങ്ങളൊക്കെ അന്ന് ആ ബോർഡിൽ അംഗങ്ങളാണ്. അന്ന് അവിടെ ലൈബ്രറി ഉണ്ടായിരുന്നു. ഇന്ന് ലൈബ്രറി സ്ഥിതി ലൈബ്രറി പൂട്ടി, ഒരു പുസ്തകം പോലും ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിനകത്തില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, എക്കോ ഷോപ്പ് എന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ വകവരുത്തിയിട്ട് ആലത്തൂർ അങ്ങാടിയിൽ ഒരു എക്കോ ഷോപ്പ് ഉണ്ടായി, ജൈവവള വിപണന കേന്ദ്രം. പക്ഷേ അതിപ്പോൾ പൂട്ടി, അത് കാണുന്നില്ല, ആ സംഗതി കാണുന്നില്ല. അതുപോലെ തന്നെ പച്ചത്തേങ്ങ സംഭരിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. അന്ന് റൂം കിട്ടാതെ വന്നപ്പോൾ പ്രസിഡന്റിൻ്റെ, അന്നത്തെ ഞങ്ങളുടെ പ്രസിഡന്റിൻ്റെ വീടിനടുത്തായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സംഭരണ കേന്ദ്രം, പച്ചത്തേങ്ങ സംഭരണ കേന്ദ്രം കൂട്ടി. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നടക്കുന്നില്ല. മാത്രമല്ല, ഇവരുടെ കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം സ്നേഹപാത പാർക്കുണ്ട്, അവിടെ നക്ഷത്ര പഠന കേന്ദ്രം, പ്ലാനറ്റോറിയം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. എവിടെ പ്ലാനറ്റോറിയം? ആലത്തിയൂർ ഏറ്റവും തിരക്കേറിയ സംഗതിയാണ്, അവിടെ ഫ്ലൈ ഓവർ വരുമെന്നാണ് പറഞ്ഞത്. എവിടെ ഫ്ലൈ ഓവർ വന്നിട്ടുള്ളത്? കുഞ്ചുപ്പടിയിലുള്ള ഒരു ശ്മശാനമുണ്ട്, ആ ശ്മശാനം ക്രിമിറ്റോറിയം ആക്കി അത് ഉയർത്തുന്നതാണ്. ആ ശ്മശാനം ഇന്ന് കാടുമൂടി കിടക്കുകയാണ്. മാത്രമല്ല, UDFന്റെ ഭരണസമിതി ഉണ്ടായിരുന്ന കാലത്ത് പ്രവർത്തിച്ചിരുന്ന കുടിവെള്ള പദ്ധതികൾ, ആ കുടിവെള്ള പദ്ധതികൾ ഇപ്പോൾ ചിറപ്പൂർ കുടിവെള്ള പദ്ധതി നാമാവശേഷമായി പോയി. അതുപോലെ തന്നെ മുള്ളൻമട കുടിവെള്ള പദ്ധതി, ഇതെല്ലാം നവീകരിക്കുമെന്നായിരുന്നു. പിന്നെ ഇതിന്റെ അടുത്താണ് ഇതിന്റെ പ്രകടന പത്രികയാണുള്ളത്. നിലവിലുണ്ടായിരുന്ന കുടിവെള്ള പദ്ധതികളെല്ലാം പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ നിർത്തലാക്കുകയും ചെയ്തു. പുതിയത് വന്നില്ല. പൊറ്റോടി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുത്തെ ഒരു ജനപ്രതിനിധി നിന്ന ആളാണ്. അവിടെ ഇപ്പോഴും കലക്ക് വെള്ളമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നവീകരിക്കാനല്ല, ഓൺ ഫണ്ട് വഴി. കാരണം വ്യവസായശാലകൾ, ധാരാളം ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ വരുമ്പോൾ പിന്നെ ഇപ്പോൾ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് എല്ലാ ബിൽഡിങ്ങിൻ്റെയും ടാക്സ് കൂട്ടി കൊടുത്തുകൊണ്ട് ഓൺ ഫണ്ട് ധാരാളം ഉണ്ടാവും. പക്ഷെ ആ ഓൺ ഫണ്ട് കൊണ്ട് വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, അതിൻ്റെ കണക്ക് പെരുപ്പിച്ച് കാണിക്കുക എന്നതല്ലാതെ വളരെ സാധ്യതയുള്ള ഈ പഞ്ചായത്തിൽ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള യാതൊരു വികസനം ഉണ്ടായിട്ടില്ല. തുപ്രംകോട് പഞ്ചായത്തിന്റെ വേറൊരു വേർഷൻ ആണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്തായാലും പിന്നെ ഭരണപക്ഷം പറയുന്ന വാദഗതികളെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ അംഗമായിട്ടുള്ള കമറു മാഷ് സംസാരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് BJPയുടെ പ്രതിനിധിയുണ്ട്. തുപ്രംകോട് പഞ്ചായത്തിനകത്ത് BJPയുടെ അഭിപ്രായങ്ങൾ എന്താണ്? വികസനം നടന്നിട്ടുണ്ടോ? 2 മുന്നണികൾ 2 രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞത് വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായതെന്ന്. നേരെ വിപരീതമായ അവസ്ഥയിലാണ് ഇന്നും വികസനം മുരടിപ്പ് നടക്കുന്ന ഒരു പ്രദേശമാണ് തുപ്രംകോട് പഞ്ചായത്ത് എന്നാണ് UDFന്റെ പ്രതിനിധി പറഞ്ഞത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. എനിക്ക് അതിനു മുമ്പ് നമ്മുടെ വോട്ട് ചോരിയെ കുറിച്ച് പറയാനുണ്ട്. അല്ല, പ്രിയപ്പെട്ട സുഹൃത്ത്, ഇതിനകത്ത് സാർ അത് കൊണ്ടുവരരുത്. ഇതിനകത്ത് നമുക്ക് പറയാനുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് സെഗ്മെന്റുകളാണ്. പറയൂ. നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പദ്ധതികളെ കുറിച്ചെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ഫിറോസ് മാഷ്, നമ്മുടെ സുഹൃത്ത്, സംസാരിച്ചത്. നടപ്പാക്കിയ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ നടപ്പാക്കിയ ഒരു കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ വസ്തുതമായ കാരണം. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും നടപ്പാക്കി, എല്ലാ സംവിധാനങ്ങളും ഉദ്ഘാടനം ചെയ്തു, ഒന്നും പൂർത്തീകരിക്കാൻ ഇതുവരെ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒറ്റ ഉദാഹരണം പറയാം. നമ്മുടെ കുട്ടികൃഷ്ണന്മാരാർ മന്ദിരം, ആ മന്ദിരം 25 ലക്ഷം രൂപയ്ക്കാണ് അത് കരാറ് കൊടുത്തുള്ളത്. ആ കരാറ് കൊടുത്ത ആൾക്ക് അവിടെ ഉണ്ടാക്കേണ്ട പണികൾ
വളരെ തുച്ഛമായ പണിയുള്ളൂ. എന്നാൽ ആ പണിയിൽ അത് എയർ കണ്ടീഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള സംവിധാനത്തോടു കൂടിയാണ് അയാൾക്ക് കരാറ് കൊടുത്തുള്ളത്. ഇപ്പോൾ ഇത്രയും സമയങ്ങളായിട്ടും മാസങ്ങളായിട്ടും അത്തരം പണികളൊന്നും ചെയ്യാണ്ട് സംഗതി പൂർത്തീകരിച്ചു, ഉദ്ഘാടനം കഴിച്ചു, അതിൽ മറ്റുള്ള സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് PHC. നമുക്കറിയാം നമ്മുടെ ആലിങ്ങൽ PHCൻ്റെ അവസ്ഥ. നമ്മുടെ കമറുദ്ദീൻ പറഞ്ഞു, എത്ര കൊല്ലങ്ങളായി ആ രീതിയിൽ അവിടെ കിടക്കുന്നത്. ഇന്ന് നമ്മുടെ തുപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ മാത്രം പോരാ, നമ്മുടെ തലക്കാട് പഞ്ചായത്തിലെ കൂടെ എടുത്തു കാണിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ PHC ആരോഗ്യ കേന്ദ്രത്തിന് സ്ഥലമുള്ളത് നമ്മുടെ തുപ്രങ്ങോടാണ്. അത്രയും കൂടുതൽ സ്ഥലമുള്ള ആ PHC സെൻറ്റർ ഇന്ന് വരെ ഒരു കിടത്തി ചികിത്സ നടപ്പിലാക്കാനുള്ള സംവിധാനം ഇതുവരെ ഈ ഭരണകൂടം ചെയ്തിട്ടില്ല. അവിടെ ഇന്ന് പോകുന്ന രോഗികൾക്ക് കറക്റ്റായിട്ട് മരുന്ന് കൊടുക്കാൻ പോലും അവിടെ സംവിധാനമില്ല. അവിടെ ഡോക്ടർമാരാണെങ്കിലോ മാസം മാസം ഡോക്ടർമാർ മാറി 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 വരുന്നു. ഈ രീതിയിലാണ് അവിടുത്തെ ആരോഗ്യ മേഖല. ഈ ആരോഗ്യ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകളുണ്ട്. ഈ ഫണ്ടുകളൊക്കെ ഇവർ മറ്റുള്ള രീതിയിൽ വക മാറ്റി പേര് മാറ്റിയിട്ട് ചെലവഴിച്ചിങ്ങനെ ഓരോരോ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി ഇഷ്ടാനുസരണം ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ ലാഭം ആർക്കാണ്? കരാറുകാരനാണ്. ഈ കരാറുകാരന് ലാഭം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ തുപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിലുള്ള ആളുകൾക്ക് എന്താണ് ഗുണമുള്ളത്? അത് നമ്മൾ പറയണ്ടേ. അതുപോലെ തന്നെ നമ്മുടെ ഏത് റോഡാണ്, പഞ്ചായത്ത് റോഡാണ് നമുക്ക് യഥാർത്ഥമായിട്ട് വ്യാസയോഗ്യമായുള്ള റോഡുകളുള്ളത്? ഒരു റോഡുമില്ല. നമുക്കറിയാം തുപ്രങ്ങോട് ക്ഷേത്രം, ശിവക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ നിന്ന് ആലിങ്ങലേക്ക് പോകുന്ന റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയാണ്. എത്ര കൊല്ലങ്ങളായി അങ്ങനെ കടക്കൽ തുടങ്ങിയിട്ട്. അതുപോലെ തന്നെ പാറയിൽ നിന്ന് നമ്മളെ പഞ്ഞമ്പടിയിൽ നിന്ന് ഹനുമാങ്കാവ് റോഡ് എത്ര കൊല്ലമായി അങ്ങനെ കടക്കൽ തുടങ്ങിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കമറുദ്ദീൻ സാഹിബ് പറഞ്ഞു, ശ്മശാനം ഒരു കുഞ്ചുപടിയുള്ള ഒരു ഏക ശ്മശാനമാണ്. ആ ശ്മശാനത്തേക്ക് പോകുമ്പോൾ ആംബുലൻസ് വണ്ടി പോകില്ല. കുറച്ച് ഇപ്പുറം നിർത്തിയിട്ട് ആ ആംബുലൻസ് വണ്ടിയിൽ നിന്ന് ആ സ്ട്രെച്ചറും ആ ബോഡിയും കൂടി ആളുകളെ ഏറ്റെടുത്ത് കൊണ്ടുപോട്ട സ്ഥിതിയിലേക്കാണ് അവിടുത്തെ റോഡുകൾ. ഇതുപോലുള്ള വികസനങ്ങളാണ് ഇതുവരെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകർത്താക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പ്രതിപാദിച്ചത് കുറേയൊക്കെ വികസനങ്ങൾ നടന്നിട്ടുണ്ട്, എന്നാൽ അത് തന്നെ പൂർണ്ണതയിൽ എത്തിക്കിയിട്ടില്ല. എന്നാൽ ഒട്ടേറെ കാര്യങ്ങൾ, അടിസ്ഥാന കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ ഗതാഗത പാതകൾ ഉൾപ്പെടെ തകർന്നു കിടക്കുകയാണ് എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചത്. നമ്മുടെ ചോദ്യങ്ങളുടെ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഫിറോസ് ഒരു കാര്യം ചെയ്യും, നമുക്ക് സംസാരിക്കുന്ന സമയത്ത് കൂട്ടിച്ചേർത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറയാവുന്ന കാര്യങ്ങൾ അടിസ്ഥാനപരമായ വിഷയങ്ങളാണ്, ചിലപ്പോൾ ചോദ്യരൂപത്തിലും വരാവുന്നതാണ്. ഒന്ന് ഫിറോസിനോടുള്ള ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്, കുറഞ്ഞ വാക്കുകളിൽ. നമസ്കാരം. നമ്മുടെ LDFന്റെ സാരഥിയുടെ ചോദ്യം, നമ്മുടെ ഈ ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുമ്പോൾ 57 വയസ്സായ എനിക്ക്, ഞാൻ കാണുന്ന അന്ന് മുതൽച്ച് വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞപ്പോൾ 5 മണി മറ്റേത് ഒരു 5 മണി 6 മണി ആകുന്നവരെയാണ് നമ്മളെ ആരോഗ്യ മേഖലയ്ക്ക് നമ്മളെ തുപ്രങ്ങോട് പഞ്ചായത്തിൽ ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കൂടുതലും പട്ടികളാണ് അവിടെ ചികിത്സയ്ക്ക് വരുന്നത്. എന്ന സ്ഥാനത്ത് നമ്മളവിടെ തുപ്രങ്ങോട് പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ അപകട മേഖലയുള്ള ഒരു റോഡുള്ള ഒരു പ്രദേശമാണ്. അതിൽ ഇനി ഈ 5 വർഷത്തെ UDF ആയാലും LDF ആയാലും അധികാരത്തിൽ വന്നാൽ അവിടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ സ്വപ്നം കാണുന്നുണ്ടോ ഇല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. ഫിറോസ്, ആരോഗ്യ മേഖലയിലുള്ള കുട്ടിഘോഷിച്ച മികവുകൾ അല്ല എന്നുള്ള ഇവരുടെ സമാനമായ ചോദ്യങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയാം. യെസ്, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് 57 വയസ്സായിരുന്നു. ഈ 6 മണി വരെ PHC നിങ്ങൾ കാണാൻ തുടങ്ങിയത് ഇന്ന് മുതലാ. ജനകീയ ഈ ഞാൻ പറയട്ടെ അതായത് UDF ഭരിക്കുന്ന കാലത്ത് ഉച്ചവരെ മാത്രമേ അവിടെ OP സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയത്താണ് വൈകിട്ട് 6 മണി വരെ പരിശോധനാ സംവിധാനമായി മാറിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടമാണ് എന്ന് തിരിച്ചറിയണം. നിങ്ങൾ നോക്കൂ, നിങ്ങളിപ്പോ ഈ പറഞ്ഞല്ലോ ഈ കഴിഞ്ഞ ഞാനൊന്ന് പറയട്ടെ നോക്കൂ, എന്തായാലും കേരളത്തിനൊരു ഗുണം ഉണ്ടായിട്ടുണ്ട്. BJP ഭരിക്കാത്ത ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട്
ഓക്സിജൻ കിട്ടാതെ ഒരാളും മരിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടായിട്ടില്ല. നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ബീഹാറിലെ കാര്യങ്ങളൊക്കെ. ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളുടെ മലയാളം മീഡിയകളിൽ വന്നിരുന്ന ആശുപത്രികളുടെ ബിൽഡിങ്ങുകളും അവിടുത്തെ സംവിധാനങ്ങളൊക്കെ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? നിങ്ങൾ യു പിയിലൊന്ന് പോകണം. ഞാൻ പോയ ആളാണ്. നിങ്ങൾ ഉത്തർപ്രദേശിൽ പോയിട്ട് ഒരു ജില്ലാ ആശുപത്രി 3.5 കോടി ജനങ്ങളുള്ള ഈ കേരളത്തില് നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത സംവിധാനം എങ്ങനെയാണ് 17 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് നടക്കാൻ പറ്റുക? ബീഹാറില് ഞാൻ പറഞ്ഞ് നിങ്ങൾ തർക്കിക്കാനാണെങ്കിൽ ഞാനും റെഡിയാണ്. പക്ഷെ നിങ്ങൾ നോക്ക്, നിങ്ങൾ രാജ്യം ഭരിക്കുന്ന ഇന്ത്യയിൽ, ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. യെസ്. മറ്റൊന്ന് നോക്കൂ, നിങ്ങൾ ഇതേ ആശുപത്രിയിലാണ്, ഇതേ PHCയിലാണ് ഇപ്പൊ ഓപ്പൺ ജിം ആരംഭിച്ചിട്ടുള്ളത്. ഇതേ PHCയിലാണ് ഇപ്പൊ 3 കോടി രൂപയുടെ കേരള സർക്കാരിന്റെ ഒരു പുതിയ ബിൽഡിങ്ങിന്റെ നിർമ്മാണം. എനിക്ക് തോന്നുന്നത് കമറുദ്ദീന് ചിലപ്പോ ഈ ആലിങ്ങൽ ഭാഗത്തേക്ക് പോകുമ്പോൾ ബൈക്കിലാവുമല്ലോ പോവുക. ഇടത്തും വലത്തും നോക്കാത്തത് കൊണ്ടായിരിക്കും. നോക്കാതെ തന്നെ പോകണം, അപകടം പറ്റും. നോക്കിയാൽ ഇടത്തേക്കൊന്ന് നോക്കിയാൽ അവിടെ എപ്പോഴും നിർമ്മാണം നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞപ്പോ റോഡുകളുടെ നിർമ്മാണത്തെ പറ്റി, ഈ തൃപ്രങ്കോട് ക്ഷേത്രത്തിൽ നിന്ന് ആലിങ്ങലിലേക്ക് പോകുന്ന റോഡിൽ ഗണേശൻ അടുത്ത കാലത്തൊന്നും ഇതിലൂടെ പോയിട്ടില്ല തോന്നുന്നു. ഒരു വിഷയത്തിൽ ചിലപ്പോൾ ചോദ്യങ്ങളായിട്ട് വീണ്ടും വരാം. കണക്ട് ചെയ്ത് പറഞ്ഞാൽ അതേപോലെ തന്നെ ഈ പറഞ്ഞ 2-3 റോഡുകൾ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ. അടുത്ത ഫിറോസിനോടുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം പെട്ടെന്ന്. ഇവിടെ എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും LDF പറഞ്ഞൊരു സംഗതിയാണ് സ്റ്റേഡിയം. ഇപ്പോൾ 10-9 വർഷമായപ്പോത്തിന്, ഇതിന് മുന്നേ ഒരു 2018-19 കാലഘട്ടത്തിൽ ഒരു സ്റ്റേഡിയം എടുത്തിരുന്നു. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അത് മീഡിയകളിലൂടെ അത് പ്രചരിപ്പിച്ചതാണ്. ആ സമയത്ത് ആ സ്റ്റേഡിയം മുടക്കിയ ആളുകൾ, അന്നത്തെ ആളുകൾ ഇന്ന് LDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നൊരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നു വരുന്നത്. എനിക്ക് പറയാനുള്ളത്, നേരത്തെ റോഡുകളെ കഥകളൊക്കെ പറഞ്ഞു. ഞാൻ താമസിക്കുന്നത് 21-ാം വാർഡിൽ, 24-ാം വാർഡിലെ പുതിയ. അവിടെ റോഡിൻ്റെ തൊട്ടടുത്ത് 25 ലക്ഷം രൂപ അനുവദിച്ച് എന്ന് പറഞ്ഞ് ഒരു ഫ്ലെക്സ് കണ്ട്. ഇപ്പോൾ ഒരു മാസമായി ആ ഫ്ലെക്സ് അവിടെ കാണുന്നില്ല. റോഡ് നന്നാക്കിയിട്ടുമില്ല. അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള റോഡുകളും അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇപ്പോൾ പോയാൽ തന്നെ ടൗണിലൊക്കെ പോയാൽ ഇപ്പോൾ തന്നെ കത്തുന്നുണ്ട്. അപ്പോൾ ഓരോ വർഷത്തിനനുസരിച്ചിട്ട് ഇവർക്ക് പറ്റുന്ന ആളുകൾക്ക് ഇത് ടെൻഡർ കൊടുത്ത് ഈ പദ്ധതികളൊന്നും പൂർത്തീകരിക്കാതെ പോകുന്നു. പ്രത്യേകിച്ച് കുടിവെള്ള പദ്ധതി. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ UDF 2011-15 കാലഘട്ടത്തിൽ 5ഓളം കുടിവെള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു. ആ കുടിവെള്ള പദ്ധതികൾ ഇപ്പോൾ ആകെ പ്രവർത്തിക്കുന്നത് 2 കുടിവെള്ള പദ്ധതികളേ ഉള്ളൂ. ബാക്കിയുള്ള കുടിവെള്ള പദ്ധതികളൊന്നും അവിടെ പഞ്ചായത്തിനകത്ത് പ്രവർത്തിക്കുന്നില്ല. ചോദ്യം വീണ്ടും നേരത്തെ കമറുമാഷ് പറയുന്ന വിഷയത്തിൽ തന്നെ ഊന്നി നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങനെ ഒരുമിച്ച് മറുപടി പറഞ്ഞാൽ മതിയോ? ഞാൻ പറയാം. ഒന്ന്, കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പഞ്ചായത്ത് ഒട്ടുംപുറത്ത് ഒരു പുതിയ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ള പദ്ധതികളൊന്നും നമ്മുടെ തൃപ്രങ്കോട് പഞ്ചായത്തിൽ നിലവിലുള്ള കുടിവെള്ള പദ്ധതികളൊന്നും മുടങ്ങിയിട്ടില്ല. പിന്നെ ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. എത്ര സമർത്ഥമായാണത് പറഞ്ഞതെന്ന് കുട്ടികൾ. ജൽജീവൻ മിഷൻ എന്ന് പറയുന്ന പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. നിങ്ങളത് പഞ്ചായത്ത് നടപ്പിലാക്കിയാലെന്നല്ല പറഞ്ഞത്. എന്താ കേന്ദ്രത്തിന്റെ ഫണ്ട് ഇതിന് നൽകുന്നുണ്ടോ എന്ന ചോദ്യം എവിടെയെങ്കിലും ആരെങ്കിലും ഉന്നയിക്കുന്നത് കേട്ടിട്ടുണ്ടോ? എത്ര മൃദുവായാണ് കേന്ദ്രത്തെ വിമർശിക്കേണ്ടുന്ന ഒരു പദ്ധതിക്ക് പോലും പഞ്ചായത്തിനെയോ സർക്കാരിനെയോ മാറ്റി നിർത്തുന്നത്. കേരളത്തിൽ 17,000 കോടി രൂപയാണ് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ കുടിശ്ശിക കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനുള്ളത്. ആ പദ്ധതിയുടെ ഭാഗമാണ്. അതിൽ പദ്ധതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ സ്ഥാനം ഏറ്റെടുത്ത് കൊടുക്കണം. ഒരു സ്റ്റോറേജ് സംവിധാനം ഉണ്ടാവണമെങ്കിൽ അതിന് സൗജന്യമായി സ്ഥലം കൊടുക്കണം. ആ സൗജന്യമായി സ്ഥലം കൊടുക്കുന്നതിന് വേണ്ടി അന്ന് പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ടാണ് ഫണ്ട് സമാഹരിച്ച് ആ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തത്. അത് നടപ്പിലാക്കേണ്ടവർ, ഉത്തരവാദിത്തപ്പെട്ടവർ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ വളരെ സുന്ദരമായി അത് ഇടതുപക്ഷത്തിന്റെ തലയിലിടാൻ ശ്രമിക്കുന്നത്
പറയുന്നത് BJP-യോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ മാത്രമേ റോഡിന്റെ ഉള്ളൂ. വിഷയം പിന്നെ കൂടി ഞാനൊന്നും കൂടി അവസാനിപ്പിക്കാം. പറഞ്ഞു, ടെൻഡറുകളുമായി ബന്ധപ്പെട്ട് അത് അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ടെൻഡർ കൊടുക്കാൻ ടെൻഡർ സംവിധാനമാണ് സുഹൃത്തെ ഇപ്പോൾ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്. ടെൻഡർ സംവിധാനം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴിയുള്ള സംവിധാനമാണ്. ആരാണ് കരാറെടുക്കുക എന്ന് പോലും നമുക്ക് ആർക്കും പറയാൻ പറ്റൂല. അപ്പോൾ ആര് വന്ന് കരാറെടുത്താലും ആ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഇടതുപക്ഷ ഭരണസമിതി ₹1 ഒരു ഫണ്ടിന് വെച്ചിട്ട് ഒരു റോഡിനോ ഒരു പദ്ധതിക്കോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ₹1 99 പൈസ ആവൂല. അത് ഉറപ്പാണ്. ആ ഉറപ്പ് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് തുടർച്ചയായി ഇടതുപക്ഷം ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നത്. ആ ഉറപ്പ് എല്ലാവരും ഞങ്ങളെ പോലെയാണ് എന്ന് കരുതരുത്. റോഡുകളാകെ തകർന്നു കിടക്കുകയാണ് എന്നുള്ള നേരത്തെയുള്ള വിമർശനം ഞാൻ പറഞ്ഞല്ലോ, ഞാനത് പറഞ്ഞു. ഇപ്പൊ തൃപ്രങ്കോട് ഒരു റോഡിന്റെ ഉദാഹരണം പറഞ്ഞു അദ്ദേഹം. തൃപ്രങ്കോട് നിന്ന് ആലിങ്ങലിലേക്ക് പോകുന്ന റോഡ്, ഞാൻ ഇന്ന് രാവിലെ അതിലൂടെ സഞ്ചരിച്ച ഒരാളാണ്. ആ തൃപ്രങ്കോട് റോഡ് തകർന്നു കിടക്കുന്നത് ഗണേശൻ ചിലപ്പോൾ ആനപ്പടിയിൽ നിന്ന് നേരെ ആലത്തൂർ അങ്ങാടിക്ക് PWD റോഡ് കൂടെ വരുന്നുണ്ടാവുക. മറ്റൊന്ന് പറഞ്ഞത് പഞ്ഞമ്പടി പാറ റോഡാണ്. സുഹൃത്തുപ്പാ കൂടെ പോകാൻ കഴിയില്ല. വർക്ക് കഴിഞ്ഞിട്ട് ആ റോഡ് ബ്ലോക്ക് ചെയ്ത് ഇരിക്കുകയാണ് ഇപ്പോൾ. ആ റോഡ് പണി പൂർത്തിയായി കഴിഞ്ഞു. തൃപ്രങ്കോട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു ഏറ്റവും പ്രയാസം ഉണ്ടായിരുന്നത്. 20 ലക്ഷം റുപ്യ വെച്ചിട്ടാണ് നല്ല രീതിയിൽ നല്ല ഉയരത്തിൽ ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ നിങ്ങൾ പോയാൽ അറിയാം ഏത് റോഡാണ് തൃപ്രങ്കോട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് തകർന്നു കിടക്കുന്ന റോഡുകളുള്ളത്. ഒരുവിധം ഇതിപ്പോൾ പ്രതിപക്ഷ മെമ്പർമാരാണെങ്കിൽ അവരാവശ്യപ്പെട്ട റോഡുകൾക്കൊക്കെ MLA ഫണ്ട് ഉൾപ്പെടെ നിങ്ങൾ നോക്കുക. ആലത്തൂർ അങ്ങാടിയിൽ നിന്ന് 2 പ്രധാനപ്പെട്ട ബൈപ്പാസ് റോഡുകൾ ഈ ഭരണകാലയളവിലുണ്ടായത്. ആലത്തൂർ KSEB ഓഫീസിന്റെ മുന്നിൽ നിന്ന് കടപ്പള്ളി വരെ എത്തുന്ന ഒരു പുതിയ റോഡ് വന്നു ഇപ്പോൾ. അതേപോലെ തന്നെ MET സ്കൂൾ റോഡ് കുറ്റിപ്പുറം റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന പുതിയ റോഡ് വന്നു. ഇങ്ങനെ ആലത്തൂർ അങ്ങാടിയുമായി ബന്ധപ്പെട്ട് മാത്രം 2 പുതിയ ബൈപ്പാസ് റോഡുകൾ, പിന്നെ ലൈറ്റുകളൊക്കെ കത്തുന്നുണ്ട് എന്ന് പ്രതിപക്ഷ ആളുകൾ വിശദീകരണം കഴിഞ്ഞു. കാരണം റോഡുകളുടെ രംഗത്തൊക്കെ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഫിറോസ് പറയുന്നത്. നമ്മുടെ സമയപരിധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. PK കമറുദ്ദീൻ, അദ്ദേഹത്തോടുള്ള ചോദ്യങ്ങൾക്കുള്ള സമയമാണ്. ചോദ്യങ്ങൾ PK കമറുദ്ദീനോടാണ്. അദ്ദേഹം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും കഴിഞ്ഞ കാലങ്ങളിൽ UDF ഭരിക്കുമ്പോൾ നടത്തിയിരുന്ന കാര്യങ്ങൾ അത് പിന്നീട് തുടർച്ച LDF നടത്താതിരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹത്തോടുള്ള ചോദ്യങ്ങളുടെ സമയം. ത്രിതല പഞ്ചായത്ത് ഇലക്ഷനാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തിരുനാവായ ഡിവിഷനിലെ മെമ്പർ ഒരു സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ അറസ്റ്റിലായി. ഈ അറസ്റ്റിലായി സ്വർണം കൊടുക്കുന്നത് ഈ ഡിവിഷനിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണോ എന്നുള്ളതൊന്ന് പറഞ്ഞു പോലെ. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള TP ഹാരിസ് തവനൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതും ശരി. കേരള രാഷ്ട്രീയ വിഷയമാണ്. മറ്റു നിങ്ങളെ ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വേറെ വല്ലതും ചോദിക്കാണ്ടോ? വേറെ വല്ലതും നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ നമ്മുടെ തുപ്രങ്കോട് പഞ്ചായത്തിനകത്ത് ഗ്രാമവണ്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു വികസനമാണ് പഞ്ചായത്തിൻ്റെത്. കാരണം പഞ്ചായത്തിനകത്തെ വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും സമ്പൂർണ്ണമായ സൗജന്യ യാത്രയാണ് അതിലൂടെ ഒരുക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ ഒരു പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പദ്ധതി നഷ്ടത്തിലാണ് എന്നുള്ളത്. അപ്പോൾ പണ്ട് E.T. മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മേഖല അൺഎക്കണോമിക്കലാണ്, അഥവാ അത് ലാഭം ഉണ്ടാക്കാൻ പറ്റിയ സംവിധാനമല്ല എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ നിലപാട് ഈ സംവിധാനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ലാഭം ഉണ്ടാക്കാനുള്ളതാണോ, അതാണോ മുസ്ലിം ലീഗിന്റെ UDFന്റെ നിലപാട് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, 2 ചോദ്യങ്ങൾ വന്നു. എനിക്ക് സമയം തരണം ഇതൊക്കെ പറയണമെങ്കിലേ ഒരുപാട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് LDFന്റെ സഹോദരന് കൊടുത്തതിനേക്കാൾ 2 മിനിറ്റ് കുറഞ്ഞ സമയം മതി. പെട്ടെന്ന് പറയൂ. ഇപ്പൊ ഒന്ന് എന്റെ സുഹൃത്ത് സഫ്വാൻ ചോദിച്ച ചോദ്യത്തിന് വളരെ എളുപ്പമാണ്. കാരണം സഫ്വാന്റെ ഇന്ത്യൻ നാട്ടിലാണ് 15 കെട്ട് മുസാഫ് ഇരിക്കുന്നത്. അതിന്റെ പേരിൽ ഒരു മന്ത്രി ഫൈസൽ ജില്ലാ മെമ്പറെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് പറയാണ് സ്വർണം കടത്താനാണോ വന്നത്. സ്വർണം കടത്തിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ശിവശങ്കർ ഒരു 3 മാസം ജയിലിൽ കിടന്നത്. അപ്പൊ അതിലേക്ക് ഞാൻ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഗ്രാമവണ്ടി എവിടെയാണ് ഗ്രാമവണ്ടി ആ സഹോദരൻ ഒന്ന് ഞങ്ങളെ കൂടെ വരികയാണെങ്കിൽ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ട്രിപ്പ് എടുക്കും. പിന്നെ പോയിട്ട് ഈ ഇമ്പിച്ചവ ആശുപത്രിൻ്റെ ക്യാൻറ്റീനിലോട്ട് പോകുന്ന ആ റോഡിൽ വിശ്രമിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പുതിയങ്ങാടി ബൈപ്പാസിലാണ് വിശ്രമിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ ഡിജിറ്റലായിട്ട് തന്നെ അതിൻ്റെ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിച്ചാണ്. പിന്നെ ഏത് സമയത്താണ് അത് ആളായിട്ട് പോകുന്നത്?
എല്ലാ സമയം നോക്കുമ്പോൾ ആലത്തിയുള്ള സഖാക്കൾ ഞങ്ങളോട് എന്തിനാണ് ഇത് ഓടുന്നതെന്ന് ചോദിക്കും. കാരണം ഇത് ഒരു ചോദ്യം അദ്ദേഹം ഊന്നിയത് പ്രാദേശികമായി അത് നഷ്ടത്തിലാണെന്ന് പറയുന്നു. അങ്ങനെ നഷ്ടത്തിലാണെങ്കിൽ പൂട്ടേണ്ടതാണോ അവസാനിപ്പിക്കേണ്ടതാണോ പൊതുമേഖല? അത് 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ട് ഒരു KSRTC വാടകയ്ക്ക് എടുത്തിട്ട് അതൊരു എഗ്രിമെന്റ് ഉണ്ടാവും പഞ്ചായത്ത്. ആ എഗ്രിമെന്റ് വെച്ചാൽ ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്നല്ല, ആ കാലാവധി കഴിയുന്നവരെ ഓടണം. അത് കാലിയടിച്ചു. അപ്പോൾ ജനങ്ങളെ കാണിക്കാതെ ഓടുന്നുണ്ടെന്ന് കാണിക്കണ്ടേ? അത് കേവലം ഭരണസമിതിയുടെ കുറച്ച് ഫോട്ടോ, MLA ഫോട്ടോ ഒക്കെ വെച്ച് അങ്ങനെ ഒരു ഗിമ്മിക്ക് കാണിക്കാന്നല്ല. മാഷോട് വേറെ വല്ല ചോദിച്ചവർക്ക് ഞാൻ ഇവിടെ ഒരു അനുബന്ധം ചെയ്യാണ്ട് ഞാൻ ഇവിടെ ഫിറോസ് സൂചിപ്പിച്ചപ്പോ പറഞ്ഞില്ല. അല്ല, അദ്ദേഹം സൂചിപ്പിച്ചതില് നമ്മുടെ ജൽജീവൻ മിഷന്റെ അത് കേന്ദ്ര പദ്ധതിയാണെന്ന് അറിയാത്തവരായിട്ട് ആരുമില്ല. കേരളത്തിലെ പിന്നെ അത് എടുത്തിട്ടുള്ള സബ് കോൺട്രാക്ടേഴ്സ് 4500 കോടി ഗവൺമെന്റ് കൊടുക്കാത്തതിന്റെ പേരിൽ ഇനി ആ വർക്ക് എടുക്കൂല എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ഞാൻ എന്റെ ചോദ്യം കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് അവർ വീടുകളിൽ കൊടുത്തതാണ്. നമ്മളത് പറഞ്ഞു പോയതാണ്. ഈ കൊടുത്ത പദ്ധതിയിൽ നിന്ന് 1 ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. അത് ജൽജീവൻ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ അബ്ദുറഹ്മാൻ MLA ആയിരുന്ന സമയത്ത് ഈ തിരൂർ ഭാഗത്തേക്ക് താനൂർ നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾക്ക് തൃപ്രങ്ങോട് പഞ്ചായത്തിലെ ചെറുപരപ്പൂരിൽ നിന്ന് കൂറ്റൻ കിണറുണ്ടാക്കി അവിടെ പമ്പും വെച്ച് ലൈന് വലിച്ചു കൊണ്ടുപോയി. ആ സമയത്ത് ഞങ്ങൾ ബോർഡിൽ ചോദിച്ചതാണ്, മറ്റു പഞ്ചായത്തിലേക്ക് നമ്മളുടെ ജലസമ്പത്താണ് ഈ കൊണ്ടുപോകുന്നത്. ഈ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി നിൽക്കുമ്പോൾ തൃപ്രങ്ങോട് പഞ്ചായത്തിലെ നിവാസികൾക്ക് വെള്ളം തന്നിട്ടേ അങ്ങോട്ട് കൊണ്ടുപോകാതെ അനുമതി കൊടുക്കരുതെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ അന്നത്തെ പ്രസിഡന്റ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മറുപടി എന്തായിരുന്നു വെച്ചാൽ, അദ്ദേഹം പറഞ്ഞത് ആ താനൂരിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി തൃപ്രങ്ങോട്, മംഗലം, പുറത്തൂർ പഞ്ചായത്തുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്തിട്ടേ കൊണ്ടുപോകുന്നതാണ്. പക്ഷെ ഇതുവരെ ഈ പറയുന്ന അന്ന് മുതൽ ഇന്ന് വരെ ഒരു 10 വർഷത്തോളമായല്ലോ LDF ഞങ്ങളുടെ പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇന്ന് വരെ ആ പദ്ധതിയിൽ നിന്ന് ഒരു പൈപ്പ് പോലും സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ കുടിവെള്ള പദ്ധതികൾ എവിടെയാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്? നമ്മുടെ BJPയുടെ പ്രതിനിധി, നമ്മുടെ സമയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ BJPയുടെ പ്രതിനിധിയോടുള്ള ചോദ്യങ്ങൾക്കുള്ള അവസരമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ BJP അവരുടെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അത് അവരോട് ചോദിക്കാനുണ്ടോ? BJPയുടെ പ്രതിനിധിയോട് ചോദിക്കാനുണ്ടോ? BJPയുടെ പ്രതിനിധികളോട് ചോദ്യങ്ങളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്? ഏതെല്ലാം സീറ്റിലാണ് നിങ്ങൾ മത്സരിക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ ടിക്കറ്റിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് 14 വാർഡുകളും 2 ഡിവിഷനുകളാണ് മത്സരിക്കുന്നത്. ഒന്ന് ആലത്തൂർ ഡിവിഷനും ഒന്ന് ചമ്രവട്ടം ഡിവിഷനും. വാർഡുകളെ സംബന്ധിച്ച് 1-ാം വാർഡ് 2, 7, 8, 10, 11, 12, 14, 15, 16, 18, 22, 23, 24 ഇത്തരം വാർഡുകളിലാണ് ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുന്നത്. സ്വാഭാവികമായും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ മെമ്പർമാരുണ്ടെങ്കിൽ തീർച്ചയായും ഈ 2 കൂട്ടരുടെയും അല്ല അത് പറയാനുള്ള അവസരമുണ്ട്. ഇപ്പൊ മത്സരിക്കുന്ന വേറെ ചോദ്യങ്ങളുണ്ടോ? BJP പ്രതിനിധിയോട് ചോദ്യങ്ങൾ ചോദിക്കാനില്ലെങ്കിൽ അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്.